ഹായ്, നമ്മളിന്ന് വളരെ ഗൗരവമേറിയ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന് റെഡ് ക്രോസ്, രണ്ട് ജനീവ കരാർ. ജനീവ കരാറിലേക്ക് നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും റെഡ് ക്രോസിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. കാരണം ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും നാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിഹ്നമുണ്ട്. വെളുത്ത കൊടിയിൽ ചുവന്ന ഒരു ക്രോസ്, അതാണ് റെഡ് ക്രോസ്. ഇതിന് സ്വിറ്റ്സർലാൻഡിന്റെ കൊടിയുമായിട്ടൊരു ബന്ധമുണ്ട്. ഇത് വെളുത്ത ചിഹ്നത്തിൽ ചുവന്ന ക്രോസ് ആണെങ്കിൽ സ്വിറ്റ്സർലാൻഡിന്റെ കൊടി ചുവന്ന ബാനറിൽ വെളുത്ത ക്രോസ് ആണ്. ഇത് ബന്ധപ്പെടാനും ഒരു കാരണമുണ്ട്. കാരണം ഈ റെഡ് ക്രോസിന്റെ സ്ഥാപകൻ, അതായത് ഒരു മനുഷ്യന്റെ ദയയിൽ നിന്ന് തുടങ്ങിയ ആ ഒരു വലിയ ചരിത്രം, അദ്ദേഹത്തിന്റെ ദയ, കരുണാമയമായ ഒരു മനസ്സ്, ആ മനസ്സിൽ നിന്നാണ് ഈ ഒരു റെഡ് ക്രോസ് എന്ന ആശയം ഉദിക്കുന്നത്. ആ ആശയത്തിൽ നിന്നാണ് ജനീവ കരാർ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി ഡുനാന്റ്. ഹെൻറി ഡുനാന്റ് എന്ന് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. ഇദ്ദേഹം സ്വിറ്റ്സർലാൻഡുകാരനായിരുന്നു. സ്വിറ്റ്സർലാൻഡിലെ വലിയൊരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ഈ സ്വിറ്റ്സർലാൻഡിന്റെ കൊടിക്കും അതുപോലെ തന്നെ റെഡ് ക്രോസിന്റെ ചിഹ്നത്തിനും തമ്മിലുള്ള ബന്ധത്തിന് ഇങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. സ്വിറ്റ്സർലാൻഡുകാരനായ ഇദ്ദേഹത്തിന്റെ ജനനം 1928 അദ്ദേഹം അന്തരിച്ചത് 1910 1828 ജനിച്ച് 1910 മരണപ്പെടുമ്പോൾ ഏകദേശം ഇദ്ദേഹത്തിന്റെ ഒരു 82 വർഷത്തെ ഐതിഹാസികമായ ജീവിതം. അതിനിടയ്ക്ക് ലോകത്തിലെ ആദ്യമായിട്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടി എന്ന ഒരു ബഹുമതി കൂടി ഇദ്ദേഹത്തിനുണ്ട്. ആരാണ് ഇയാൾ? എന്താണ് ഇദ്ദേഹം ലോകത്തിന് നൽകിയ സംഭാവനകൾ? എങ്ങനെയാണ് റെഡ് ക്രോസ് എന്നൊരു ആശയം, ഒരു വലിയൊരു ചിന്ത ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത്? റെഡ് ക്രോസിനെ കുറിച്ചും ജനീവ കരാറിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇതിനൊരു യുദ്ധ പശ്ചാത്തലമുണ്ട്. ആ ഒരു യുദ്ധത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ കടന്നു പോകാൻ കഴിയില്ല. കാരണം സോൾഫറിനോ യുദ്ധം എന്ന് പറയുന്നത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. കാരണം ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുന്ന ഒരു യുദ്ധമാണ് സോൾഫറിനോ യുദ്ധം എന്ന് പറയുന്നത്. ഇത് 1859 ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിലാണ് ഈ യുദ്ധം നടന്നത്. ഇതിന്റെ ഒരു പക്ഷത്തുണ്ടായിരുന്നത് തന്നെ ഫ്രാൻസും സാൽഡീനി ആയിരുന്നു. ഈ സോൾഫറിനോ യുദ്ധം എന്ന് പറയുന്നതിന് ഇറ്റലിയിലുള്ള സോൾഫറിനോ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിന്റെ പേരിലാണ് ആ യുദ്ധം തന്നെ അറിയപ്പെടുന്നത്. ഒരു ഭാഗത്ത് ഫ്രാൻസും സാൽഡീനിയോ ആയിരുന്നെങ്കിൽ അത് നെപ്പോളിയൻ മൂന്നാം ചക്രവർത്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു ഭാഗത്ത് യുദ്ധം നടന്നത്. മറുഭാഗത്ത് ഉണ്ടായിരുന്നത് ഓസ്ട്രിയ ആയിരുന്നു. യുദ്ധത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയെ സ്വതന്ത്രമാക്കുക, ഇറ്റലി ഓരോ കഷ്ണങ്ങളായിട്ട് കിടന്നിരുന്ന ഇറ്റലിയെ സ്വതന്ത്രമാക്കുക, അതുപോലെ തന്നെ ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൽ നിന്നും ഇറ്റലിയെ രക്ഷിച്ചെടുക്കുക. ഇറ്റലിയെ ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതോടൊപ്പം അതിനെ സ്വതന്ത്രമാക്കുക എന്ന യുദ്ധലക്ഷ്യം വെച്ചിട്ടായിരുന്നു ഈ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം 15 മണിക്കൂർ മാത്രമാണ് ഈ യുദ്ധം നിലനിന്നത്. പക്ഷെ ഈ 15 മണിക്കൂറിനിടയിൽ ഏകദേശം പരിക്കേറ്റവരും മരണപ്പെട്ടവരുമായിട്ട് ഔദ്യോഗിക കണക്ക് പ്രകാരം 40,000-ഓളം ആളുകൾ വരുന്നുണ്ട്. ഈ സോൾഫറിനോ യുദ്ധഭൂമിയിലൂടെ സഞ്ചരിച്ച ഇദ്ദേഹത്തിന്റെ മനസ്സ് വളരെയധികം വിഷമിക്കുകയും തുടർന്ന് അവിടെ പരിക്കേറ്റ് കിടക്കുന്നവരെ, അതുപോലെ തന്നെ അത്യാസന്ന നിലയിൽ കിടക്കുന്നവരെ എല്ലാം ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ ഇദ്ദേഹം പരിചരിക്കുകയും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ആ യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കുകയും ഒരു റെഡ് ക്രോസ് എന്ന രീതിയിൽ ഒരു സംഘടനയുടെ, ഇതൊരു സ്വതന്ത്ര സംഘടനയാണ്. ജനീവ കരാർ പോലെയല്ല. ജനീവ കരാർ എന്ന് പറയുന്നത് ഒരുപാട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യുദ്ധ കരാറാണ്. മറിച്ച് ഇതൊരു സ്വതന്ത്ര സംഘടന, ഒരുപാട് ആളുകളെ കൂട്ടിക്കൊണ്ട് ഇതിന്റെ സ്ഥാപിച്ച ശരിക്കും 1863 തുടർന്ന് റെഡ് ക്രോസിന്റെ സ്ഥാപനം 1863 1864 തന്നെ ജനീവ കരാറിന്റെ തുടക്കം കുറിച്ചു. എന്നാൽ അതിന്റെ ഒരു ദീർഘകാലം, ജനീവ കരാറിന്റെ ഒരു ദീർഘകാലം എന്ന് പറയുന്ന 1864 മുതൽക്ക് ആ കരാറിൽ 3-4 തവണ അമൈൻമെന്റ്, ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഒരുപാട് തവണ അമൈൻമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്.
ആ അമൈൻമെന്റിന് ശേഷം 1949 ജനീവ കരാർ അന്തിമ രൂപം കൊണ്ടത്. ഏകദേശം 85 വർഷം എടുത്തു ജനീവ കരാർ പൂർണ്ണ രൂപം കൊള്ളാൻ. എന്നാൽ റെഡ് ക്രോസ് യുദ്ധഭൂമിയിലൂടെ സഞ്ചരിച്ച ഹെൻറി ഡുണാന്റ് ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകം കൂടിയാണ് ഈ ജനീവ കരാറിന് ആധാരം എന്ന് പറയുന്നത്. സോൾഫറിനോ യുദ്ധം കണ്ട ഹെൻറി ഡുണാന്റിന്റെ ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനവും ആ ഒരു ചിന്തയുമാണ് റെഡ് ക്രോസിന്റെ ജനനം എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അദ്ദേഹം ആ ഒരു സ്ഥലത്തിന്റെ, ഇറ്റലിയിലുള്ള ആ ഒരു സ്ഥലത്തിന്റെ പേരിൽ തന്നെ ആ യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് അനുഭവിച്ച വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രവർത്തനങ്ങളും ഒക്കെ വെച്ച് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ മെമ്മറി ഓഫ് സോൾഫറിനോ. ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ലോകത്ത് വന്നതും ജനീവ കരാറിനെ കുറിച്ചുള്ള ഒരു ചിന്തയും അതിൽ ഒരുപാട് കാലം അതിനു വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയിട്ടാണ് ഈ ജനീവ കരാറിന്റെ തുടക്കം കുറിച്ചത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്നാൽ റെഡ് ക്രോസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ റെഡ് ക്രോസ് ഒരു വ്യക്തി സ്ഥാപിച്ച ഇദ്ദേഹത്തിന്റെ ഈ ഹെൻറി ഡൊണാൾഡിന്റെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വ്യക്തിഗതമായി സംഘടിപ്പിച്ച ഒരു സംഘടനയാണ് റെഡ് ക്രോസ് എങ്കിൽ ജനീവ കരാർ എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടായ മറ്റൊരു ആശയം സ്ഥാപിക്കപ്പെടുകയായിരുന്നു. അത് ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറായിരുന്നു. ആ കരാറ് റെഡ് ക്രോസ് എന്ന് പറയുന്നത് ശരിക്കും പരിചരണവും യുദ്ധകളത്തിൽ നിന്ന് പരിക്കേൽക്കുന്നവരെ ശുശ്രൂഷിക്കുകയുമാണെങ്കിൽ ജനീവ കരാർ എന്ന് പറയുന്നത് യുദ്ധകുറ്റ കൃത്യങ്ങളിൽ, അതായത് വാർ ക്രൈം നടത്തുന്നവരെ ശിക്ഷിക്കുക എന്നതാണ്. എവിടെ ശിക്ഷിക്കുമെന്ന് ചോദിച്ചാൽ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ലോക കോടതി എവിടെയാണ്? 2 കോടതികളുണ്ട്. അത് എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്, എങ്ങനെയാണ് അവർ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ അധികം താമസിയാതെ തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതും നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നതുമാണ്. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.